ക്രിക്കറ്റിലേക്ക് മാന്യപ്രേക്ഷക സ്വാഗതം. 2025 ലോകകപ്പ് ഇന്ത്യ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. 2024 രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യ 2020 കിരീടം നേടി. പിന്നെ ഒറ്റ പരമ്പര പോലും തോക്കാതെയാണ് സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ മികച്ച രീതിയിൽ അഭിഷേക് ശർമ്മയുടെ പ്രകടനത്തിൽ ഇന്ത്യ ജയിച്ച് പോണത്. ഇതുവരെ ബാക്കിയുള്ള ഫോർമാറ്റിൽ ഇന്ത്യ പരാജയപ്പെടുമ്പോഴും T20 ഇന്ത്യ ആരും പേടിപ്പിക്കുന്ന ടീമായി മാറിയത് സൂര്യകുമാർ യാദവിൻ്റെ കീഴിലാണ്. ഇതിൽ കഴിഞ്ഞ വർഷം ഇന്ത്യ ഏഷ്യ കപ്പും സ്വന്തമാക്കുകയും ചെയ്തു. T20 ലോക 1-ാം നമ്പർ ടീം എന്ന പദവി നിൽക്കുമ്പോഴേക്കും ലോകകപ്പിൽ 2026 സൂര്യകുമാർ യാദവിൻ്റെ സംഘവും ഇറങ്ങുക. സമീപകാല പ്രകടനവും ടൂർണമെന്റ് സ്വന്തം നാട്ടിലാണെന്നും ഇന്ത്യയുടെ ലോകകപ്പിനുള്ള പ്രതീക്ഷകൾ വാനോളമാണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ തുടർച്ച 2-ാം കിരീടം ഉള്ള മോഹം ഇന്ത്യയുടെ നടന്നേക്കില്ല. ഇതിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ വജ്രയെന്ന് വിശേഷിപ്പിക്കുന്ന 2 താരങ്ങളാണ്. ഒന്ന് ഹാർദിക് പാണ്ഡ്യയും 2 ജസ്പ്രീത് ബുംറയും. 2 പേർക്കും വേറെ ഒരാളില്ല എന്ന് ഇന്ത്യൻ ടീമിൽ പകരം വരാൻ വേറൊരാളില്ല എന്നും സത്യമായ കാര്യമാണ്. ബുംറയും ഹാർദിക്കിനും പ്രധാന വില്ലൻ എന്ന് പറയുന്ന പരുക്കുകളാണ്. 2 പേരും വിടാതെ പിടികൊണ്ടിരിക്കുന്ന പരുക്കുകളാണ്. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഹാർദിക്കിന് ലാസ്റ്റ് ഫൈനലിൽ പരുക്ക് പറ്റിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഫൈനൽ നഷ്ടമായിരുന്നു. 20 ടീമുകൾ പങ്കെടുക്കുന്ന വലിയ ടൂർണമെൻ്റായ ലോകകപ്പിൽ 2020 ലോകകപ്പിൽ തുടർച്ചയായിട്ടുള്ള മത്സരക്രമങ്ങൾ ഹാർദിക്കിനും ബുംറയ്ക്കും പരിക്കേറ്റാനുള്ള സാഹചര്യം കൂടിയേക്കാം. 2 പേരും ഇന്ത്യ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ചെറിയ ടീമുകൾക്ക് ഇതിലെ വിശ്രമം നൽകുകയായിരിക്കും ഇതിൽ ഏറ്റവും നല്ല കാര്യം. അതോ 2 പേര് ടൂർണമെന്റിന്റെ ഇടയിൽ ഇഞ്ചുറി പറ്റി സ്ക്വാഡിന് റൂൾ ഔട്ടായ ടീമിന്റെ കിരീട നേട്ടത്തെ ബാധിച്ചേക്കാം. അത് പരുക്ക് മാറി ലോകകപ്പിൽ തിരികെ വരുന്ന തിലക് വർമ്മയുടെ കാര്യത്തിലും ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ സംശയകരമാണ്. ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഇപ്പോൾ ഓപ്പണിങ്ങിൽ തിളങ്ങുകയാണ്. സഞ്ജുവിൻ്റെ കാര്യം അർഹത ഇഷാൻ കിഷനാണ്. കാരണം ഇഷാൻ കിഷനാണ് ഈ ന്യൂസിലാൻഡ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയത്. അപ്പം അതും കോച്ച് ഗൗതം ഗംഭീറിൻ്റെ ഒരു പരീക്ഷണമാണ്. സഞ്ജുവിനെ കളിപ്പിക്കാനാണ് ഗൗതം ഗംഭീർ ശ്രമിക്കുന്നത്. പക്ഷേ ഇത്ര ഫോമിലേക്ക് ഇഷാൻ കിഷനെ മാറ്റാനും കഴിയാൻ പാടില്ല. അതുകൊണ്ട് കോച്ച് തന്നെ ഇപ്പോൾ ഒരു കുഴപ്പത്തിലാണ്. സെലക്ഷന് വേണ്ടിയുള്ള സഞ്ജുവിൻ്റെ ഇഷാൻ കിഷന്റെ മത്സരം ടീം കോമ്പിനേഷനെയും ബാധിക്കും. ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിന് തിരിച്ചടിയായി മാറിയേക്കും ചെയ്യും. ഇപ്പൊ ഇന്ത്യ ഗ്രീസുമായാണ് കളിക്കുന്നത്. വിക്കറ്റ് പോയാലും ഗ്രീസിൽ എത്തുന്നവർ ഇതേ സൈഡിൽ തന്നെ തുടരുന്നതും കാണാം. പെട്ടെന്ന് വിക്കറ്റ് പോയാൽ കഴിഞ്ഞ ആവശ്യം കോഹ്ലിനെ പോലൊരു പ്ലെയർ ഇല്ലാത്തതും ടീമിന് തിരിച്ചടിയായേക്കാം. ഇതിന് പുറമെ എത്രത്തോളം കോഹ്ലിക്ക് പകരക്കാരനാകും എന്നൊരു ചോദ്യചിഹ്നം അവിടെ കിടക്കുകയാണ്. ഇതിനൊക്കെ ഉത്തരം കണ്ട് ഇന്ത്യയുടെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേണം കാണാം. നന്ദി.